ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് ശ്രീയ. ഞാൻ വിദ്യാലയ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് തീരാത്ത ജോലി. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പണ്ട് പണ്ട് ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു, ടിനിയും ടിമിയും. അയൽ വീടുകളിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത്. ടിനിയാകട്ടെ പണക്കാരിയായിരുന്നെങ്കിലും വലിയ പിശുക്കിയായിരുന്നു. ആർക്കും ഒന്നും കൊടുക്കുകയില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ദുഷ്ട. ടിമിയാകട്ടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്ന ഒരു പാവപ്പെട്ട കുട്ടിയും. മറ്റുള്ളവരെ സഹായിക്കണമെന്ന ചിന്തയെ അവർക്കുള്ളൂ. ഒരു ദിവസം രാവിലെ വൃദ്ധയായ ഒരു ഭിക്ഷക്കാരി ടിനിയുടെ വാതിൽക്കൽ മുട്ടി വിളിച്ചു. ടിനി വാതിൽ തുറന്നെങ്കിലും ഭിക്ഷക്കാരിയെ കണ്ട് ദേഷ്യം വന്ന് വാതിൽ വലിച്ചടച്ചു. പാവം ഭിക്ഷക്കാരി ടിമിയുടെ കുടിലിലെത്തി. ടിമിയാവട്ടെ തനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരമെല്ലാം എടുത്ത് ഭിക്ഷക്കാരിക്ക് നൽകി. ഭിക്ഷക്കാരിക്ക് അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എന്നെ ഇത്രയൊക്കെ സൽക്കരിച്ചതിന് നന്ദി. നിങ്ങൾ നല്ലവളാണ്. നാളെ നേരം വെളുക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അത് വൈകുന്നേരം വരെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് ഭിക്ഷക്കാരി ടിമിയോട് യാത്ര പറഞ്ഞിറങ്ങി. അടുത്ത ദിവസം രാവിലെ ടിമി ഉണർന്നപ്പോൾ ഭിക്ഷക്കാരി പറഞ്ഞ കാര്യമൊന്നും ഓർത്തതേയില്ല. പുതിയ ബ്ലൗസ് തയ്ക്കാൻ വീട്ടിലെ അലമാരയിലിരിക്കുന്ന പട്ടുതുണി അളന്നു നോക്കാമെന്ന് ചിന്തിച്ച് ടിമി തുണി അളക്കാൻ തുടങ്ങി. എന്നാൽ തുണി അളന്നിട്ടും തീരുന്നതേയില്ല. ഇതെന്ത് മറിമായം! വൈകുന്നേരം വരെ അവൾ തുണി അളന്നുകൊണ്ടേയിരുന്നു. ആ ചെറിയ കുടിലിൽ മുഴുവൻ പട്ടുതുണി കൂമ്പാരം കൂടി. അവർ ആ പട്ടുതുണിയൊക്കെ വിറ്റ് സുഖമായി ജീവിക്കുകയും ചെയ്തു. തൻ്റെ അയൽക്കാരുടെ വിവരമറിഞ്ഞപ്പോൾ ടിനിക്ക് കോപമാണുണ്ടായത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. വാതിൽ തുറന്ന ടിനി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം എന്താ? ആ പഴയ ഭിക്ഷക്കാരി അത് അവിടെ നിൽക്കുന്നു. ടിനി അവരെ അകത്തു കൊണ്ടുപോയി നന്നായി സൽക്കരിച്ചു. പായസവും ഫ്രൂട്ട് സലാഡും ഒക്കെ നിർബന്ധിച്ച് നൽകി. നിനക്ക് ഇതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കും. രാവിലെ എഴുന്നേറ്റ് നീ എന്താണോ ചെയ്യുന്നത് അത് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഭിക്ഷക്കാരി പറഞ്ഞത് കേട്ടപ്പോൾ ടിനിക്കുണ്ടായ സന്തോഷമുണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നു. അന്ന് രാത്രി കിടന്നിട്ട് ടിനിക്ക് ഉറക്കമേ വന്നില്ല. പ്രഭാതത്തിൽ കോഴി കൂവുന്നത് കേട്ട് എഴുന്നേറ്റ ടിനി മുഖം പോലും കഴുകാതെ ഓടിയത് എവിടെയെന്നോ തൻ്റെ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു വെച്ച പെട്ടിയുടെ അടുത്തേക്കാണ്. എന്തിനാണെന്നോ? സ്വർണ്ണ നാണയങ്ങൾ എണ്ണാൻ. നാണയങ്ങൾ എണ്ണി എണ്ണി ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരിയാകാൻ. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? കൊതിച്ചതും വിധിച്ചതും ഒന്നാകണമെന്നില്ലല്ലോ. ഒരു കൊതുക് പറന്നു വന്ന് ടിനിയുടെ കയ്യിൽ കടിച്ചു. ദേഷ്യം വന്നവൾ ആ കൊതുകിനെ പിടിക്കാൻ നോക്കി. അപ്പോൾ കൊതുകിൻ്റെ എണ്ണം കൂടി കൂടി വന്നു. ഒടുവിൽ ഒരു വലിയ കൊതുകിൻ കൂട്ടത്തിന് നടുവിൽ അകപ്പെട്ട ടിനി കൊതുകുകളെ കൊണ്ട് പൊറുതിമുട്ടി. ഒരു കണക്കിനാണ് ടിനി വൈകുന്നേരമാക്കിയത്. വൈകുന്നേരമായതും അവൾ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. പിന്നെ ആ അത്യാഗ്രഹിയായ സ്ത്രീയെ ആ നാട്ടിലെങ്ങും കണ്ടതേയില്ല. താങ്ക് യു.